ഗുഡ് മോർണിംഗ്. ട്രാവൽ വിത്ത് ആനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഡിസ്നി ലാൻഡിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ 11:15 എത്തിയത്. ഇപ്പം നിൽക്കുന്നത് നോവോട്ടൽ പാരീസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. ഇവിടുന്ന് ഇന്ന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യും. എന്നിട്ട് ഡയറക്റ്റ് ആംസ്റ്റർഡാമിലേക്കാണ് പോകുന്നത്. ആംസ്റ്റർഡാമിലേക്ക് പോകുവാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. 10:30 ട്രെയിനിൻ്റെ ടൈമിങ്. ഇപ്പോൾ സമയം എത്രയായി മരിയ? 8 മണി കഴിഞ്ഞ് 8:15 8:13 ഓക്കെ 8:13 ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നോവോട്ടൽ പാരീസ് ബുക്ക് ചെയ്തപ്പം എല്ലാ ഹോട്ടലുകൾക്കും പാരീസിൽ പൊതുവെ നല്ല റേറ്റാണ്. ഇത് പാരീസ് സെൻട്രൽ തന്നെയാണ്, നിങ്ങൾക്കറിയാം, ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അറിയാം. പാരീസ് സെൻട്രൽ തന്നെയാണ്. ഇവിടുന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഈഫൽ ടവറിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ വിത്ത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ ആംസ്റ്റർഡാമിലും പാരീസിലും വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രെഡിന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഓരോന്നൊക്കെ ഞങ്ങൾ നേരത്തെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് അതുമായിട്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ കോഫി ആണെങ്കിൽ കോഫിക്കുള്ളത് കോഫി മേക്കറെല്ലാം അവർ തരുന്നത് കൊണ്ട് കോഫി ഇവിടെ തന്നെ കോഫിയുടെ ഐറ്റംസ് ഉള്ളത് കൊണ്ട് നമുക്ക് കോഫി ഉണ്ടാക്കാൻ രാവിലെ ബ്രെഡും സ്പ്രെഡും കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആംസ്റ്റർഡാമിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആംസ്റ്റർഡാമിലേക്ക് നമുക്ക് യൂറോസ്റ്റാർ എന്ന് പറഞ്ഞ ട്രെയിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. യൂറോസ്റ്റാർ ട്രെയിന് ഇവിടുന്ന് ബെൽജിയം ത്രൂ ആണ് ആംസ്റ്റർഡാമിലേക്ക് പോകുന്നത്. ബെൽജിയത്തിലൊന്നും നമുക്ക് ഇറങ്ങാനുള്ള സമയമൊന്നുമില്ല. വളരെ കുറച്ച് ദിവസമേ നമുക്ക് ലീവുള്ളൂ. ആ ലീവിനുള്ളിൽ കാണാവുന്ന അത്ര ഇത് തന്നെ നമുക്ക് ഹെക്റ്റിക്കാണ്. ഇപ്പോൾ 2 രാജ്യം കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായി. ഇനിയിപ്പം ഒരു 3 രാജ്യങ്ങൾ കൂടി ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ആംസ്റ്റർഡാമിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഉബർ ബുക്ക് ചെയ്യണം. ഉബർ ബുക്ക് ചെയ്ത് അതൊക്കെ പാരീസ് നോർഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ആദ്യമായിട്ടാണ് നമ്മൾ ടെസ്ലയുടെ ഒരു വണ്ടിയിൽ കയറുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്നർ സീറ്റിംഗ് ആണ് ടെസ്ലയിലുള്ളത്. അതുപോലെ തന്നെ 360 ഡിഗ്രി പനോറമിക് വ്യൂവും നമുക്ക് കാണാൻ സാധിക്കും. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ടെസ്ലയുടെ മോഡൽ 3 കാറാണ് ഞങ്ങൾക്കായിട്ട് വന്നത്. വെളിച്ചത്തിൻ്റെ നഗരം എന്ന് വിളിക്കപ്പെടുന്ന പാരീസ് സാംസ്കാരികവും ചരിത്രപരവും കലാപരവുമായി പ്രാധാന്യത്തിന് പേര് കേട്ടതാണ്. ഫ്രാൻസിൻ്റെ പ്രതീകമായ ഈഫൽ ടവർ, ഗോഥിക് വാസ്തുവിദ്യയുടെ ഉദാഹരണമായ നോട്രേ ഡാം കത്തീഡ്രൽ തുടങ്ങിയവ ഐക്കണിക് ലാൻഡ്മാർക്കുകൾ ഇവിടെയുണ്ട്. ലൂവ്രെ, മ്യൂസി ഡി ഓർസെ തുടങ്ങിയ ലോകപ്രശസ്ത മ്യൂസിയങ്ങളുള്ള നഗരം കലയുടെ ആഗോള കേന്ദ്രമാണ്. മോൺമാർട്രെ, ലാറ്റിൻ ക്വാർട്ടർ എന്നിവ പോലെയുള്ള പാരീസിലെ ആകർഷകമായ അയൽപ്പക്കങ്ങൾ കഫേകളും ബൊട്ടീക്കുകളും നിറഞ്ഞ വിചിത്രമായ തെരുവുകൾ വാഗ്ദാനം ചെയ്യുന്നു. പേസ്ട്രികൾ, ചീസ്, ഫൈൻ ഡൈനിങ് എന്നിവയുടെ സമ്പന്നമായ പാരമ്പര്യമുള്ള പാരീസ് മികച്ച പാചക മികവിനും പേര് കേട്ടതാണ്. നഗരത്തിൻ്റെ ഫാഷൻ രംഗം മറ്റൊരു ഹൈലൈറ്റാണ്. അഭിമാനകരമായ ഫാഷൻ ഹൗസുകളുടെ ആസ്ഥാനവും പാരീസ് ഫാഷൻ വീക്ക് ഹോസ്റ്റ് ചെയ്യുന്നതും ഈ നഗരം തന്നെയാണ്. അങ്ങനെ ലോകപ്രശസ്തമായ ഈ നഗരവീതിയിലൂടെ ഇവിടുത്തെ അതിപുരാതനമായ നിർമ്മിതികളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് തുടർന്നു. മനോഹരമായ ഈ പുരാതന കെട്ടിടത്തിൻ്റെയും റോഡിൻ്റെയും ഇടയിലായി നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു നദി കാണാം. 777 കിലോമീറ്റർ നീളമുള്ള സെയിൻ നദിയാണ് ഈ കാണുന്നത്. പാരീസിൻ്റെ ഡ്രെയിനേജ് ബേസിൻ എന്ന ഒരു അപരനാമം കൂടി ഈ നദിക്കുണ്ട്. എതിർ ദിശയിൽ നിന്നും മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ധാരാളം പുതിയ തരത്തിലുള്ള പാലങ്ങളും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. പുരാതന കെട്ടിടങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് സെയിൻ നദിയിൽ കൂടിയുള്ള ബോട്ട് യാത്രയ്ക്ക് വളരെ പ്രശസ്തമാണ് പാരീസ് നഗരം.
പാരീസ് നോഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെത്തി. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആംസ്റ്റർഡാമിലേക്ക് നമുക്ക് പോകേണ്ടത്. ഈ കാണുന്ന ടെസ്ലയുടെ മോഡൽ 3 വണ്ടിയിലാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇവിടേക്ക് എത്തിയത്. ഇതാണ് പാരീസ് നോഡ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ തന്നെ കറൻസി എക്സ്ചേഞ്ചും എല്ലാം ഉണ്ട്. അതുപോലെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടിക്കറ്റ് ഇവിടെ കാണാം. നമ്മൾ ഫ്ലൈറ്റ് വരുന്നപ്പോൾ തന്നെ ഇവിടെ അതിൻ്റെ ഇത് കാണാം. ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോം അവിടെയാണ്. ഓൾറെഡി അത് പ്ലാറ്റ്ഫോം നമ്പർ 10-ൽ യൂറോസ്റ്റാർ വന്ന് കിടപ്പുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്ക് പോകണം. സ്ക്രീനിൽ നമ്മുടെ കോച്ച് നമ്പർ എടുത്ത് എല്ലാം കാണിക്കും. ഞങ്ങളുടെ കോച്ച് നമ്പർ 15 ആണ്. അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകേണ്ട ആൾക്കാരാണ്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് അല്ല, സോറി, ട്രെയിന്. യൂറോസ്റ്റാർ. ഒരുപാട് വർഷം പഴക്കമുള്ള ടൈപ്പ് ട്രെയിനാണ്. വേറെ ടൈപ്പ് ട്രെയിനുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നത് ഈ യൂറോസ്റ്റാർ എന്ന് പറഞ്ഞ ട്രെയിനിലാണ്. ക്ലോക്ക് വഴിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അവരെല്ലാവരും അവിടെ ക്യൂ നിൽക്കുന്നവരാണ്. അങ്ങോട്ട് കയറാനുള്ളവരുണ്ട്. ഇവിടെ വേറെ ടൈപ്പ് ട്രെയിനുകളും അടുത്ത് പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. അതെങ്ങോട്ട് പോകുന്നതെന്നറിയില്ല. നമ്മളങ്ങനെ ട്രെയിനിനകത്ത് കയറി. അപ്പം മരിയയ്ക്ക് ട്രെയിനിൽ തന്നെ വൈഫൈ കിട്ടും. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഇവിടെ താഴെ വേണ്ടി നമുക്ക് ലഗേജ് വെക്കാൻ, പിന്നെ മുകളിൽ ലഗേജ് വെക്കാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. പിന്നെ വലിയ പെട്ടിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് നമുക്ക് താഴെയല്ല, വേറെ സെപ്പറേറ്റ് പ്ലേസ് ഉണ്ട്. അവിടെ ലഗേജ് വെക്കാം. എഴുന്നേറ്റാണ്. ഇപ്പം നമ്മൾ ബെൽജിയത്തിൽ ബ്രസൽസിലാണ് തിരിക്കുന്നത്. ഈ കാണുന്നത് ബ്രസൽസ് സ്റ്റേഷനാണ്. അങ്ങനെ ബ്രസൽസ് റെയിൽവേ സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. വിശക്കുമ്പം എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ നേരത്തെ നോക്കി വെച്ചിരുന്നു. ഈ യൂറോസ്റ്റാർ എന്ന് പറയുന്ന ട്രെയിനിനകത്ത് തന്നെ ഒരു കഫേ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം മേടിക്കാം. യൂറോസ്റ്റാർ കഫേ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഈ കഫേ. അതുകൊണ്ട് അധികം ഒന്നും നടക്കേണ്ടി വന്നില്ല. ഈ കഫേയിലും പല ഓഫറുകളൊക്കെ ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഓഫറിന് പിസ്സ ഉണ്ടായിരുന്നു. പിസ്സയാണ് ഞാൻ മേടിക്കാൻ തീരുമാനിച്ചത്. കഫേയിൽ നിന്ന് മേടിക്കുന്ന ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ ഭക്ഷണം കമ്പാർട്ട്മെൻറ്റിലേക്കാണ് എടുത്തത്. ഞങ്ങൾ ഈ യൂറോസ്റ്റാറിൽ നിന്ന് ഒരു പിസ്സ ഓർഡർ ചെയ്തു. 2 പേർക്ക് ഓരോന്ന് വീതം 2 കുക്കീസ്. ഈ 3 ഐറ്റംസിനും കൂടി 17 യൂറോയാണ് ആയത്. ഇവിടെ ഞാൻ കണ്ടൊരു പ്രത്യേകതയാണ്, ട്രെയിനിൽ എവിടെയും അവർ പ്ലാസ്റ്റിക് അങ്ങനെ ആവശ്യമില്ലാതെ യൂസ് ചെയ്യുന്നില്ല. ഇതിനകത്തിപ്പോൾ ഞാൻ ഇത്രയും മേടിച്ചതിനകത്ത് ആകെ ഈ ഒരു കവറ് മാത്രമാണ് എനിക്ക് പ്ലാസ്റ്റിക്കായിട്ട് കിട്ടിയത്. ഓക്കെ, അല്ലാതെ അത് മാത്രമേ ഞാൻ അവിടെ പ്ലാസ്റ്റിക്കായിട്ട് കണ്ടിട്ടുള്ളൂ. വേറെ ഒന്നും കണ്ടിട്ടില്ല. ഈവനിപ്പോൾ നമ്മൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൂണും ഫോർക്കും ഒക്കെ നമുക്ക് തരുന്നത് തന്നെ ഇതിനകത്തുള്ളത് തടി കൊണ്ടുള്ളതാണ്. അപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അവർ നന്നായിട്ട് നിർത്തിയിരിക്കുകയാണ് ഇവിടെ. വളരെ വളരെ കുറഞ്ഞൊരു ശതമാനം പ്ലാസ്റ്റിക് മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം ഇത് കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ തുർക്കിയിൽ ചെന്നപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് നമ്മളധികം കണ്ടിട്ടില്ല. ഓക്കെ, ഇത്
പോലത്തെ ഐറ്റംസ് മാത്രമേ അവർ സെർവ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമുക്ക് വേറൊരു ഐറ്റം പ്ലാസ്റ്റിക്കിൻ്റെ കാണാൻ പറ്റില്ല. ഈവൻ ജ്യൂസുകളാണെങ്കിലും കോള അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് കുപ്പികളിലാണ് അവർ സെർവ് ചെയ്യുന്നത്. ആൻഡ്രപ്പ് കഴിഞ്ഞു. ബെൽജിയത്തിൻ്റെ ബോർഡറാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബെൽജിയത്തിൻ്റെ ബോർഡറിൽ കൂടിയാണ്. ഈ ബോർഡർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെതർലൻഡിലേക്ക് കയറുകയാണ്. ഇന്നലെ നെതർലൻഡ് പഴയ ഹോളണ്ട്. നമ്മൾ നെതർലൻഡിൻ്റെ ബോർഡർ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന നെതർലൻഡാണ്. നെതർലൻഡ് എത്തിയപ്പോഴേക്കും വലിയ വലിയ ട്രക്കുകളെല്ലാം അതിവിശാലമായ റോഡിൽ കൂടി ഓടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ത് എളുപ്പമാണ് നമ്മളൊരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടന്നത്. പ്രത്യേകിച്ച് ഒരു ചെക്കിങ്ങോ അല്ലാതെ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെയാണ് ഒരു രാജ്യത്തു നിന്ന് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് കടന്നത്. ലോകം മുഴുവനും നമുക്ക് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. ആരും ചോദിക്കാതെ, ഒരു പാസ്പോർട്ട് പോലും ഇല്ലാതെ അങ്ങനെയൊരു യാത്ര, അത് സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കും. നെതർലൻഡിലെ ആദ്യത്തെ സ്റ്റേഷനായ റോട്ടർഡാം സെൻട്രലിലാണ് എത്തിയിരിക്കുന്നത്. പാരീസ് നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനുകളെക്കാൾ വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് മറ്റു 2 രാജ്യങ്ങളിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോകുന്ന എൻ്റെ യാത്രയിൽ ധാരാളം വിൻഡ് മില്ലുകളും അതുപോലെ തന്നെ ഗ്രീൻ ഹൗസുകളും കണ്ടിരുന്നു. തണുപ്പുകാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവരുടെ കൃഷിയെല്ലാം നടക്കുന്നത് ഈ ഗ്രീൻ ഹൗസിനുള്ളിൽ വെച്ചായിരിക്കാം. പച്ചപ്പിലൂടെയൊക്കെ കുറേ അധികം നേരം യാത്ര ചെയ്തതിന് ശേഷം വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര തുടങ്ങി. നമ്മൾ ആംസ്റ്റർഡാമിലേക്ക് അടുക്കുകയാണ് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ കൂറ്റൻ കെട്ടിടങ്ങൾ. പാരീസിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് 3.5 മണിക്കൂറാണ് ട്രെയിനിൽ ഞങ്ങൾ യാത്ര ചെയ്തത്. ഒരാൾക്ക് ഏകദേശം 5500 രൂപയ്ക്ക് അടുത്താണ് ടിക്കറ്റായത്. യൂറോപ്പിലെ എൻ്റെ എല്ലാ ട്രെയിൻ യാത്രകളും ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. ട്രെയിൻ ടിക്കറ്റുകൾ മാത്രമല്ല, ഹോട്ടൽ ബുക്കിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള ടിക്കറ്റുകൾക്കായിട്ടാണെങ്കിലും ഈ ക്ലൂക്ക് ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക്. ഇൻറ്റൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇനി ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് നമുക്ക് അതൊക്കെ നടന്നു പോകണം. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിന്. അത് സൈഡിൽ കിടപ്പുണ്ട്. ആംസ്റ്റർഡാം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുത്തെ വ്യൂ ആണ് കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത്. ഇനി ഞങ്ങൾ വഴി അറിയാത്തതുകൊണ്ട് പതുക്കെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അടുത്ത കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. ഹോട്ടലിലെത്തിയിട്ട് ബാക്കി വിശേഷം പറയാം. ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വരും വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്.